Good morning all. So നമ്മൾ ഇന്ന് BISPOL ലേണിംഗിലെ വേറൊരു സെഷനിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലത്തെ നമ്മൾ ചാപ്റ്റർ 3 ആണ് ഇപ്പോൾ നമ്മൾ ഓൺഗോയിങ് ആയിട്ടുള്ളത്. അതിൽ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു സെഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് TPP, APP ആൻഡ് MPP എന്ന് പറഞ്ഞ 3 കോൺസെപ്റ്റ്സുകളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്തായിരുന്നു TPP? നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. TPP എന്ന് പറയുന്നത് ടോട്ടൽ goods and services produced with the available factor variable. Okay, നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ആണ് TPP എന്ന് പറയുന്നത്, ടോട്ടൽ പ്രോഡക്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ AP എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ പെർ യൂണിറ്റ് ഔട്ട്പുട്ട്. ഓക്കെ, അതായത് AP ഡിവൈഡഡ് ബൈ എൽ, AP ഈക്വൽ ടു TP ഡിവൈഡഡ് ബൈ എൽ ആണ് നമുക്ക് ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് MPP, മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് പറയും. അതെന്ന് പറയുന്നത് എന്താണ്? അഡീഷൻ ടു ദി ടോട്ടൽ പ്രോഡക്റ്റ് ആണ് മാർജിനൽ പ്രോഡക്റ്റ്. അപ്പം ഇത് മൂന്നിൻ്റെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലൂടെ ഡയറക്റ്റ് പോകുന്നതിന് മുമ്പ് ഈ കേർവ്സ് തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ TP, AP ആൻഡ് MP. ഓക്കെ, ഈ മൂന്ന് കേർവ്സും റിലേറ്റഡ് ആണ്. അപ്പോൾ MP കർവ് ആണ് AP ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ MP കർവിന് TP ആയിട്ട് റിലേഷൻഷിപ്പും ഉണ്ട്. അപ്പോൾ ആ റിലേഷൻഷിപ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് ലോ ഓഫ് പ്രൊപ്പോർഷനിലോട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇനീഷ്യലി നമ്മൾ TP ആൻഡ് MP ആണ് കൺസിഡർ ചെയ്യുന്നത്. TP ആൻഡ് MP, അതായത് ടോട്ടൽ പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും. അപ്പോൾ നമുക്ക് നോക്കാം, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മളെപ്പോഴും യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ കോസ്റ്റ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എപ്പോഴും പറയണത് പോലെ ഗ്രാഫ് വരയ്ക്കുമ്പോഴും എപ്പോഴും എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. എക്കണോമിക്സിൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ എപ്പോഴും എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് മാർക്ക് ചെയ്യുമ്പോഴേക്കും ഡിമാൻഡും പ്രൈസും ആയിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും, അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുമ്പോഴേക്ക് നമ്മൾ എന്താണോ അവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡയഗ്രത്തിൽ നമ്മൾ എന്താണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ എക്സ് ആൻഡ് വൈ ആക്സിസിൽ ഡിനോട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ വരുന്നതെന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് വേരിയബിൾ കോസ്റ്റും വൈ ആക്സിസിൽ നമ്മൾ കേർവ്സും ആണ് വരുന്നത്. അതായത് ഇവിടെ TP ആൻഡ് MPയുടെ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ TP ആൻഡ് MP ആണ് വൈ ആക്സിസിൽ വരുന്നത്. ഓക്കെ, എക്സ് ആക്സിസിൽ വേരിയബിൾ കോസ്റ്റുമാണ് വരുന്നത്. നമ്മൾ ഷോർട്ട് റൺ ആണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 2 ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണുള്ളത്. 2 ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ. അപ്പോൾ ഷോർട്ട് റണ്ണിലാണ് വേരിയബിൾ ഫാക്ടർ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വേരിയബിൾ ഫാക്ടർ വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഷോർട്ട് റൺ ആണെന്നുള്ളത് ഇംപ്ലൈഡ് ആണ്. ലോങ് റണ്ണിൽ എന്താ പ്രത്യേകത? ലോങ് റണ്ണിൽ വേരിയബിൾ ഫാക്ടേഴ്സ് ഇല്ല, എല്ലാം തന്നെ ഫിക്സഡ് ആയിരിക്കും. ലോങ് റണ്ണിൽ ഫിക്സഡ് ഉണ്ടാവത്തില്ല, എല്ലാം തന്നെ വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ഷോർട്ട് റണ്ണിൽ എന്താ പറയുക, ഒരു എന്താ പറയുക, ലിമിറ്റഡ് ടൈം പീരീഡ് ആയിരിക്കും ഷോർട്ട് റൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലിമിറ്റഡ് ടൈം പീരീഡിൽ എല്ലാ ഫാക്ടേഴ്സിനും വേരി ചെയ്യാനായിട്ടുള്ള ടൈം ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൺ ഫാക്ടർ ഫിക്സഡ് ആയിട്ടും അനദർ ഫാക്ടർ വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഇൻ ദ ലോങ് റൺ എന്താണ്? എല്ലാം വേരി ചെയ്യും, അതായത് ഇനഫ് ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആവാനായിട്ടുള്ള ടൈം പീരീഡ് ലോങ് റണ്ണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ എല്ലാ ഫാക്ടേഴ്സും വേരിയിങ് ആണ്. ഷോർട്ട് റണ്ണിൽ വൺ ഫാക്ടർ വേരിയിങ്ങും അനദർ ഫാക്ടർ ഫിക്സഡ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ വേരിയബിൾ ഫാക്ടറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വൈ ആക്സിസിൽ TP ആൻഡ് MP. ഓക്കെ, സോ ഫസ്റ്റ് ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ when MP is increasing, അതായത് മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും വാട്ട് ഹാപ്പൻസ്? TP ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് ആണ്. ഇപ്പോൾ ഗ്രാഫ് ഒന്ന് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അതായത് രണ്ടും സ്റ്റാർട്ടിങ് ഫ്രം .0 ആണ്. 0യിൽ നിന്നാണ് രണ്ട് കേർവ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് .3 വരെ, അല്ലെങ്കിൽ വേരിയബിൾ ഫാക്ടർ യൂണിറ്റ് 3 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? MP is increasing. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കർവ് ആണ് ഈ താഴെ കൊടുത്തേക്കുന്നത്, ആൻഡ് മുകളിലത്തെ കർവ് ആണ് TP എന്ന് പറയുന്നത്.
അപ്പോൾ അപ് ടു 0.3 വരെ നമുക്ക് എന്താണ് എം പി ഈസ് ഇൻക്രീസിങ് അല്ലേ. ആൻഡ് എം പി ഇൻക്രീസിങ്ങിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ടി പിയുടെ നേച്ചർ നോക്കുകയാണെങ്കിൽ ടി പി ഈസ് ഓൾസോ ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. At an increasing rate, TP is also increasing. Okay. And next explanation എന്ന് പറയുന്നത് ഫ്രം പോയിന്റ് പി തൊട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും അതായത് എം പി മാക്സിമം എത്തി. ആ മാക്സിമം എത്തിക്കഴിഞ്ഞതിന് ശേഷം വാട്ട് ഹാപ്പൻസ്, എം പി ഈസ് ഡിക്ലൈനിങ്. അതായത് ആഫ്റ്റർ ദി പോയിന്റ് 3 അല്ലെങ്കിൽ ആഫ്റ്റർ ദി വേരിയബിൾ യൂണിറ്റ് ഫാക്ടർ 3ന് ശേഷം എം പിയുടെ നേച്ചർ എന്ന് പറയുന്നത് ഡിക്ലൈനിങ് നേച്ചറാണ്. എം പി ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ടി പി എന്താണ്, ടി പി ഇൻക്രീസിങ് ബട്ട് ഡിമിനിഷിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. വാട്ട് ഇസ് ദിസ് ഡിമിനിഷിങ് റേറ്റ് മീൻ? അതായത് അപ് ടു പോയിന്റ് പി വരെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഒരു അതായത് യൂണിറ്റ് 1ന് യൂണിറ്റ് 2യിലോട്ട് 5 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫ്രം 2 to 3 എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും എന്താണ്, ഒരു 14 അല്ലെങ്കിൽ ഒരു 14 യൂണിറ്റ്സിൽ നിന്ന് നമുക്ക് പോയിന്റ് പി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 26 ആണ്. ഓക്കെ, 26 അല്ലെങ്കിൽ 27 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ 14ൽ നിന്ന് 27 വരെ എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് റേറ്റ് ആണ്, നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു 10-12% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബട്ട് ആഫ്റ്റർ ദിസ് പോയിന്റ് എന്താ സംഭവിക്കുന്നത്, ഫ്രം പോയിന്റ് പി ടു നെക്സ്റ്റ് പോയിന്റിലോട്ട് അതായത് 4th യൂണിറ്റ് ആകുമ്പോഴേക്കും ആ ഒരു 26 അല്ലെങ്കിൽ 27ൽ നിന്ന് ഇറ്റ് ഈസ് റീച്ചിങ് ഓൺലി 35. ഓക്കെ, അപ്പോൾ നേരത്തെ എന്ന് പറയുന്നത് എന്താണ്, ഒരു 10 അല്ലെങ്കിൽ 12 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്ത പ്ലേസിൽ ഇവിടെ എന്താണ് ലെസ് ദാൻ 10 അല്ലെങ്കിൽ ലെസ് ദാൻ ഒരു 12 യൂണിറ്റ്സ് ആയിട്ടാണ് ഇൻക്രീസ് സംഭവിച്ചിരിക്കുന്നത്. ദെൻ എഗെയിൻ ഫ്രം ദിസ് 35 യൂണിറ്റ്സിൽ നിന്ന് 40 യൂണിറ്റ്സിലോട്ട് പോകുമ്പോഴേക്കും എന്താണ്, എഗെയിൻ ഇറ്റ് ഈസ് ഡിക്രീസിങ്. ഇവിടെ ഈ ഒരു പിയിൽ നിന്ന് ഈ പോയിന്റിലോട്ട് മേ ബി 7 യൂണിറ്റ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് നെക്സ്റ്റ് പോയിന്റിലോട്ട് മേ ബി 5 യൂണിറ്റ്സ് ആയിരിക്കും. എഗെയിൻ ഇവിടെ നിന്ന് എന്താണ്, ഫ്രം ദിസ് 2 പോയിന്റ്സ് എന്താണ് അധികം വ്യത്യാസമില്ല, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻക്രീസിങ് ആണ്. നമുക്ക് നോക്കുവാണെങ്കിൽ ടി പി കർവ് ഇസ് ഇൻക്രീസിങ്, ബട്ട് ആ ഒരു ഇൻക്രീസിങ് ആവുന്നത് ഒരു ഡിമിനിഷിങ് റേറ്റിലാണ് ഇൻക്രീസ് ആവുന്നത്. ബിക്കോസ് ഇവിടെ 7 ആയത് പിന്നെ 5 ആവുകയാണ്, പിന്നെ കോൺസ്റ്റന്റ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് ആയിട്ട് ഡിമിനിഷിങ് റേറ്റ്. മറ്റിവിടെ എങ്ങനെയായിരുന്നു, ഇവിടെ ഇനീഷ്യലി 5 ആയിരുന്നു, പിന്നെ ഒരു 10 ആയി, അങ്ങനെ ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് ആയിരുന്നു. അപ്പോൾ ഇനീഷ്യലി ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, ബട്ട് ആഫ്റ്റർ വെൻ എം പി ഡിക്ലൈൻസ് ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ഇതാണ് ടി പി ആൻഡ് എം പിയുടെ ഒരു നേച്ചർ. എം പി ഇൻക്രീസ് ചെയ്യുന്നത് അത്രയും ടൈം വരെ ടി പി ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ് ആണ്. എം പി ഫോൾ ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ തൊട്ട് ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ഓക്കെ, ആൻഡ് അങ്ങനെ ഡിമിനിഷ് ചെയ്തിട്ട് അതായത് എം പി ഡിക്ലൈൻ ചെയ്ത് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴേക്കും എം പി വിൽ ബിക്കം 0. അതായത് അറ്റ് യൂണിറ്റ് 6 നോക്കുകയാണെങ്കിൽ എം പി ടച്ചസ് ദി എക്സ് ആക്സിസ്. അതായത് ഈ ഒരു പോയിന്റിൽ എം പി 0. എം പി 0 ആണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും, ടി പിക്ക് ടി പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം. ഓക്കെ, എം പി 0 ആവുന്ന അതേ പോയിന്റിൽ തന്നെ ടി പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം. ആൻഡ് again what happens after this point 6 again എം പി continues to fall. അതായത് എക്സ് ആക്സിസിൻ്റെയും താഴോട്ട് പോകും. അതായത് എം പി is declining, അതായത് 0യുടെ അതായത് എക്സ് ആക്സിസ് റെപ്രസെൻറ്റ് 0. again എം പി താഴോട്ട് പോകാൻ മീൻസ് എം പി is becoming നെഗറ്റീവ്. മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവ് ആവാണ്. അപ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവ് ആകുമ്പോഴേക്കും എന്താണ്, അപ്പോഴാണ് ടി പി ഫോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുന്നത്. അത്രയും പോയിന്റ് വരെ, ആ ഒരു പോയിന്റ് വരെ എന്താണ് ടി പി ഇൻക്രീസിങ് ആണ്, ഇനീഷ്യലി ഇൻക്രീസിങ് റേറ്റ് ആണ്. എം പി ഫോൾ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അത് ഡിമിനിഷിങ് റേറ്റ് ആവും, പക്ഷെ എന്നാലും അത് ഡിക്ലൈൻ ചെയ്യില്ല. എം പി നെഗറ്റീവ് ആവുമ്പോഴാണ് ടി പി ഡിക്ലൈൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒരു 4 സിറ്റുവേഷൻസ് ഇവിടെ പറയുന്നത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എം പി ആൻഡ് ടി പിയുടെ 4 റിലേഷൻഷിപ്സ്.
ഓക്കെ. അപ്പോൾ ഇനീഷ്യലി ഓർക്കുക രണ്ടും റൈസിങ് കേവ് ആണ്. അപ്പോൾ ഈ കേവ് ഒക്കെ മാക്സിമം ഈ കേവ് ഒക്കെ വരച്ചൊരു 3 to 4 ടൈംസ് എങ്കിലും വരച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് സെൽഫായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ. നിങ്ങളിപ്പോൾ കാണുമ്പോഴേക്കും ഞാൻ എപ്പോഴും പറയണത് പോലെ തന്നെ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് വരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഡിഫിക്കൽട്ടി മനസ്സിലാവുന്നത്. ഓക്കെ. അപ്പോൾ ഇനീഷ്യലി എന്താണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നൊക്കെ പറയും, പി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പോയിന്റിന് ശേഷം, അതായത് ഇൻക്രീസിങ്ങിന് ശേഷം പിന്നെ ഡിമിനിഷിങ് റേറ്റിലോട്ട് പോവാണ്. അപ്പോൾ ഇനീഷ്യലി ഈ ഒരു പോയിന്റ് വരെ രണ്ടും ഇൻക്രീസിങ് ആണ്, എം പിയും ടി പിയും ഇൻക്രീസിങ് ആണ്. ടി പി ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ആഫ്റ്റർ ദിസ് പോയിന്റ് വാട്ട് ഹാപ്പൻസ്, എം പി സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ് അല്ലെങ്കിൽ എം പി സ്റ്റാർട്ട്സ് ഡിമിനിഷിങ്. അതിനോടൊപ്പം തന്നെ ടി പി ഇൻക്രീസ് ചെയ്യാനായിട്ട് കണ്ടിന്യൂ ചെയ്യും, ബട്ട് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. And അങ്ങനെ MP reaches 0, and when MP reaches 0, corresponding to that TP എന്ത് സംഭവിക്കും, TP reaches its maximum. And as and when MP becomes negative, TP declines. ഇതാണ് the relationship between TP and MP. I hope it's clear. Now next നമുക്ക് TP and AP തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. TP curve, MP and AP curve, marginal product and ആവറേജ് പ്രൊഡക്റ്റ്, ഈ കർവ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ. അപ്പോൾ ഇനീഷ്യലി നമുക്ക് എന്താണ്, നമ്മളിപ്പോൾ നേരത്തെ വരച്ച കർവിനകത്ത് എ പി കർവ് ഉണ്ടായില്ല, വി വർ ഹാവിങ് ഓൺലി ടി പി ആൻഡ് എം പി കർവ്. ഇപ്പം നമുക്ക് വരയ്ക്കാൻ പോകുന്ന കർവിനകത്ത് എന്താണ്, ടി പി കർവ് ഇല്ല, ഓൺലി എ പി ആൻഡ് എം പി കർവ്. എം പി കർവ് അവിടെ സ്റ്റിൽ കോമൺ ആണ്. ഓക്കെ. അപ്പം നമുക്കറിയാം എ പി മാക്സിമം ആവുന്ന ഒരു പോയിന്റ്, അതായത് ഈ ഒരു കർവാണ് എ പി കർവ് എന്ന് പറയുന്നത്. അതായത് എം പി കർവ് നമുക്കറിയാം നെഗറ്റീവ് ആയി പോകും. ഓക്കെ. എ പി കർവ് എന്ന് പറയുന്നത് അത് നമ്മുടെ എന്താ പറയുക, എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ടു ബി ഫോളിങ്, ബട്ട് എന്നാലും എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു കർവ് ആണ് എ പി കർവ്. അപ്പോൾ എ പിയും എം പിയും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, എ പോയിന്റ് വെർ എ പി ബിക്കംസ് ഈക്വൽ ടു എം പി. അപ്പോൾ ആ ഒരു ഇക്വാലിറ്റി പോയിന്റിൽ എ പിയുടെ നേച്ചർ എന്ന് പറയുന്നത് എ പി മാക്സിമം ആവുന്ന പോയിന്റിലാണ്. എ പി മാക്സിമത്തിൽ നിൽക്കുമ്പോഴാണ് എന്ത്, എം പി വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഓക്കെ. അതാണ് ഈ ഒരു പോയിന്റ് എ പി ഈക്വൽ ടു എം പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എ പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എ പി ഏറ്റവും മാക്സിമത്തിലുള്ള ഒരു പോയിന്റ് ആണ് എം പി വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഓക്കെ. അതാണ് ഫസ്റ്റ് റിലേഷൻഷിപ്പ്. Then next one is AP is increasing. എ പി എന്ന് പറയുന്നത് എം പിയുടെ താഴെ കിടക്കുന്ന കർവാണ് എ പി എന്ന് പറയുന്നത്. അപ്പോൾ എ പി ഇൻക്രീസിങ് ആസ് ലോങ് ആസ് എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി. എം പി എത്രത്തോളം, അല്ലെങ്കിൽ എം പി എ പിയുടെ മുകളിലായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ. അതായത് ഇപ്പോൾ കർവ് നോക്കുവാണെങ്കിൽ അറിയാം എ പിയുടെ എം പി ഈസ് ഇൻക്രീസിങ് അല്ലെങ്കിൽ എം പി ഗ്രേറ്റർ ദാൻ എ പി ആണ്, ഇൻക്രീസിങ് ആണ്. ആഫ്റ്റർ വൺ പോയിന്റ് എന്താണ്, എം പി ഫോൾ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഫോൾ ചെയ്യാൻ തുടങ്ങിയാലും എന്താണ്, എ പി കർവിനേക്കാളും അപ്പറായിട്ടാണ് എം പി കർവ് ലേ ചെയ്യുന്നത്, അല്ലേ? എം പി ഈ ഒരു പോയിന്റിന് ശേഷം ഫോളിംഗ് ആണ്. നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് ശേഷം എം പി കർവ് ഇസ് ഫോളിംഗ്. എം പി ഫോൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് ഇവിടെ, എ പിനേക്കാളും മുകളിലായിട്ടാണ് എന്താ എം പി കർവ് ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ വരെ എന്താണ്, എ പി കർവ് ഇസ് റൈസിങ്. ആസ് ആൻഡ് വെൻ എം പി കർവ് ഇന്റർസെക്ട് ചെയ്ത് ഫോൾ ചെയ്യാൻ തുടങ്ങുന്നോ ആ ഒരു മൊമെന്റിൽ എന്താണ്, എ പി കർവും ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. എ പി ഇസ് ഡിക്രീസിങ് ആസ് ലോങ് ആസ് എ പി ഈസ് ഗ്രേറ്റർ ദാൻ എം പി. അതായത് ഈ ഒരു ഇന്റർസെക്ഷൻ പോയിന്റിന് ശേഷം നേരെ റിവേഴ്സാണ് വരുന്നത്. അതായത് എം പി കർവ് താഴോട്ടും എ പി കർവ് കൂടുതലായിട്ടുമാണ് ഇരിക്കുന്നത്. അതായത് എം പി കർവ് ഫോൾ ചെയ്യും, അല്ലെങ്കിൽ ഇറ്റ് ഫോൾസ് ബിലോ ദി എ പി കർവ്. നമുക്ക് കർവ് നോക്കിയിട്ട് നമുക്കിത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നത് നമ്മൾ കുറച്ചും കൂടി വരച്ച്, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറും. അപ്പോൾ ഇനീഷ്യലി ഓർക്കുക 3 റിലേഷൻഷിപ്പാണ് എ പി ആൻഡ് എം പി ആയിട്ടുള്ളത്. വൺ ഈസ് എം പി ഈസ് ഈക്വൽ ടു എ പി. എം പി ഈസ് ഈക്വൽ ടു എ പി എന്ന് പറയുമ്പോഴേക്കും എ പി എന്ന് പറയുന്നത് അവിടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, എ പി മാക്സിമം ആയിട്ട് നിൽക്കുന്ന പോയിന്റിലായിരിക്കും എം പി വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് അടുത്തൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എ പി കർവിൻ്റെ മുകളിലായിട്ടായിരിക്കും എം പി കർവ് എക്സിസ്റ്റ് ചെയ്യുന്നത്.
till a point where the intersection happens. Intersection happen ചെയ്യുന്നതിന് മുമ്പ് വരെ എന്താണ് MP will be greater. AP curve അടിയിലും MP curve അപ്പറിലും ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. till the point of intersection. MP curve fall ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്നാലും അത് AP യുടെ upper ആയിട്ടായിരിക്കും, AP curve മുകളിലായിട്ടായിരിക്കും fall ചെയ്യുന്നത്. And when the intersection happen ചെയ്തതിന് ശേഷം മാത്രമാണ് MP curve എന്താ പറയുക AP curve ഡൗൺവേർഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇന്റർസെക്ഷൻ കഴിഞ്ഞ ശേഷം എന്ത് സംഭവിക്കും? AP curve is higher. AP curve MP curve മുകളിലായിട്ടും തിരിച്ച് MP curve lesser ആയിട്ടും വരും. അതായത് MP less than AP ആയിട്ട് വരും. അതിന് മുമ്പ് വരെ എന്താണ്? MP is greater than AP ആയിരുന്നു. After the point of intersection, MP is less than AP. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇക്വാലിറ്റി എന്ന് പറയുമ്പോഴേക്കും AP ഹയസ്റ്റ് ആവുന്ന പോയിന്റ് ആണ്. ഓക്കെ, ഹയസ്റ്റ് ആവുന്നതിന് മുമ്പ് വരെ എന്താണ്? MP ആയിരുന്നു ഗ്രേറ്റർ. ഹയസ്റ്റ് പോയിന്റിന്റെ ഇന്റർസെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വാട്ട് ഹാപ്പൻസ്? AP ആയിരിക്കും ഗ്രേറ്റർ. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇതാണ് MP ആൻഡ് APയുടെ റിലേഷൻഷിപ്പ്. വിത്ത് ദിസ് നമ്മൾ ഇത് നമ്മളിപ്പോൾ മൂന്ന് കർവും ഇൻഡിവിജ്വലി കണ്ടു. അതായത് MP ആൻഡ് AP കണ്ടു, MP ആൻഡ് TP കണ്ടു. ഇനി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ നമ്മൾ ഈ മൂന്ന് കർവും കൂടി കമ്പൈൻ ചെയ്യുകയാണ്. ഓക്കെ, മൂന്ന് TP, AP ആൻഡ് MP മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ഷോർട്ട് ടേൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കാം. മേ ബി നിങ്ങളോട് സ്റ്റേറ്റ് ചെയ്തില്ല എക്സ്പ്ലെയിൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാണ്ട് വിച്ച് ഈസ് ദ ലോ ഓഫ് വേരിയബിൾ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദി ഷോർട്ട് ടേൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് ചോദിക്കാം. അപ്പോൾ പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ മൂന്ന് ടേംസും ഓർത്ത് വയ്ക്കുക. വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയും, ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയും, അതല്ലെങ്കിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും പറയും ഇതിന്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ അസ്യൂം ചെയ്തേക്കുന്നത്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് വി ആർ കീപ്പിംഗ് one factor as variable and other factor constant ആയിട്ട് വെച്ചേക്കുവാണ്. ഓക്കെ, അതാണ് ഷോർട്ട് റൺ ഫംഗ്ഷന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസംഷൻ. One factor is assumed to be variable while other factors are kept as constant. ഒരു ഫാക്ടർ മാത്രം വേരിയബിൾ ആയിട്ടും ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് വെക്കുന്നത്. ആൻഡ് ഈ ലോ സ്റ്റേറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വേരി ചെയ്യും. അതായത് വിത്ത് വേരിയേഷൻ ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ഇൻപുട്സിൻ്റെ വേരിയേഷൻ്റെ അനുപാതമായിട്ട് ഔട്ട്പുട്ട് വേരീസ്. ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വേരി ചെയ്യുന്നത്. അതാണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു വേരിയബിൾ എന്താണ്, ഒരു ഫാക്ടർ എന്താണ് വേരിയബിൾ ആണ്. അപ്പോൾ ആ വേരിയബിൾ ഫാക്ടർ വേരി ചെയ്യണതിൻ്റെ റെസ്പോണ്ട് ചെയ്ത് ഔട്ട്പുട്ട് എങ്ങനെയാണ് വേരി ചെയ്യണത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ ഒരു ലോയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ when more and more units of variable factor is applied along with fixed factor, TP passes through 3 stages. 3 സ്റ്റേജസ് ആയിട്ട് നമ്മുടെ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ TP മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. 3 സ്റ്റേജസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ വേരിയബിൾ ഫാക്ടർ ഇംപ്ലൈ ചെയ്യുമ്പോഴേക്കും, മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഫാക്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ എന്താ പറയുക ടോട്ടൽ പ്രോഡക്റ്റ് വിൽ ചേഞ്ചസ്, അല്ലെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് വിൽ മൂവ്സ് ത്രൂ 3 സ്റ്റേജസ്. ആ 3 സ്റ്റേജസ് ആണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനീഷ്യലി ഒരു ടേബിൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ വെച്ചിട്ട് ഈ ഒരു വേരിയബിൾ പ്രൊപ്പോർഷൻ തിയറി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് കോളത്തിൽ എന്താണ്? യൂണിറ്റ്സ് ഓഫ് ലാൻഡ്. യൂണിറ്റ്സ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഫിക്സഡ് ആയിട്ട് വെച്ചേക്കുന്ന ഫാക്ടറാണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്, ഇറ്റ് ഈസ് എ ഫിക്സഡ് ഫാക്ടർ. നൗ ദ നെക്സ്റ്റ് ഫാക്ടർ ഇസ് യൂണിറ്റ്സ് ഓഫ് ലേബർ. ഇവിടെ ലേബർ ആണ് ചേഞ്ചിങ് ഫാക്ടർ അല്ലെങ്കിൽ വേരിയബിൾ ഫാക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴേക്കും ഈവൻ ദോ എന്താണ് ഒരു ഫാക്ടർ ഫിക്സഡ് ആണെങ്കിൽ പോലും നമ്മൾ ആ ഗ്രാഫിൽ സ്റ്റേറ്റ് ചെയ്യണത്, ഗ്രാഫിൽ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ലാൻഡ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, സോ അല്ലെങ്കിൽ ഫിക്സഡ് ആണ്, സോ 10 acres ആണ്. ത്രൂ ഔട്ട് ദി പ്രോസസ് എന്താണ് 10 തന്നെയായിരിക്കും. ദർ വോണ്ട് ബി എനി ചേഞ്ച് ഇൻ ദി യൂണിറ്റ്സ് ഓഫ് ലാൻഡ്.
യൂണിറ്റ്സ് ഓഫ് ലേബർ എന്ന് പറയുന്നത് നമ്മൾ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് 0 to 8 യൂണിറ്റ്സ് വരെയാണ് നമ്മൾ യൂണിറ്റ്സ് ഓഫ് ലേബർ അസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, നൗ ടോട്ടൽ പ്രൊഡക്ഷൻ. നമുക്ക് ചിലപ്പോൾ ഈ ഫസ്റ്റ് 3 അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ മാത്രം തന്നിട്ടുണ്ടാവും. ദെൻ കാൽക്കുലേറ്റ് ദി റെസ്റ്റ് ഓഫ് ദി കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ യൂണിറ്റ്സ് ഓഫ് ലേബർ നമ്മൾ അസ്യൂം ചെയ്യുക ഏത് വേണമെങ്കിലും റാൻഡം ആയിട്ട് എന്ത് ഫിഗർ വേണമെങ്കിലും നമുക്ക് യൂണിറ്റ്സ് ഓഫ് ലേബറിന് കൊടുക്കാം. ദെൻ യൂണിറ്റ്സ് ഓഫ് ലാൻഡിന് കൊടുക്കാം. ദെൻ അതേപോലെ തന്നെ യൂണിറ്റ്സ് ഓഫ് ലേബറിന് കൊടുക്കേണ്ടത് വേരിയിങ് ആയിട്ടായിരിക്കണം, കോൺസ്റ്റന്റ് ആകരുത് എന്നുള്ളത് മാത്രമേ കണ്ടീഷൻ ഉള്ളൂ. വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. 0 to അല്ലെങ്കിൽ 1 to വേരിയിങ് ആയിട്ടുള്ള യൂണിറ്റ്സ് വേണം നമ്മൾ ലേബറിന് അല്ലെങ്കിൽ വേരിയിങ് ഫാക്ടറിന് കൊടുക്കാനായിട്ട്. നൗ ദ ടോട്ടൽ പ്രൊഡക്ഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ആവറേജ് പ്രൊഡക്ഷനും മാർജിനൽ പ്രോഡക്റ്റും കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, സോ ടോട്ടൽ പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 20. ഓക്കെ, 20 ആണ് ടോട്ടൽ പ്രോഡക്റ്റ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് 1 യൂണിറ്റ് ഓഫ് ലേബർ നമ്മൾ ആവറേജ് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? AP is equal to TP by L എന്ന് പറഞ്ഞിട്ടാണ്. TP by L എന്ന് പറഞ്ഞാൽ എന്താണ്? TP by വേരിയബിൾ ഫാക്ടർ യൂണിറ്റ്. അപ്പോൾ ഇവിടെ വേരിയബിൾ ഫാക്ടർ എന്ന് പറയുന്നത് ലേബർ ആണ്. അപ്പോൾ 1 ആണ് ഫസ്റ്റിലെ വേരിയബിൾ ഫാക്ടർ. അപ്പോൾ 20 by 1 എന്ന് പറയുമ്പോഴേക്കും we get the average production as average product is 20. Next one 50 by 2. 50 by 2 we get average product as 25. 50 by 2. Then 90 by 3 30 കിട്ടും. 120 by 4 30. 140 by 5 28. 150 by 6 25. 150 by 7 21.3 and 140 by 8 17.5. അങ്ങനെ നമുക്ക് ആവറേജ് പ്രോഡക്റ്റ് കിട്ടും. Now comes marginal product. Marginal product എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ TP by 1. ചേഞ്ച് എത്രയാണെന്നുള്ളത് അഡീഷണൽ ആയിട്ട് നമുക്ക് ടോട്ടൽ പ്രോഡക്റ്റിനോടുള്ള അഡീഷൻ എത്രയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഡെൽറ്റ TP by 1 TP by L എന്ന് പറഞ്ഞിട്ടുള്ള ചെയ്യാം. ഡെൽറ്റ TP എന്ന് പറയുമ്പോഴേക്കും എന്താണ്? ഫസ്റ്റ് പ്രോഡക്റ്റിൽ നിന്ന് സെക്കൻഡ് പ്രോഡക്റ്റിലോട്ട് സെക്കൻഡ് ടോട്ടൽ പ്രോഡക്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് എത്രയാണ് അഡീഷൻ കിട്ടിയത് അത് ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ് ഓഫ് ലേബറിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ഇല്ലാത്തത് എന്താണ്? 20 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. സോ 20 തന്നെയാണ്. സോ സെക്കൻഡ് വണ്ണിൽ എന്താണ്? ഐദർ നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്കിപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്താണ്? ഇവിടെ എല്ലാം 1 ഡിഫറൻസ് ആണ്. സോ വി ആർ ഡിവൈഡിങ് എവറിത്തിങ് ഡിവൈഡഡ് ബൈ 1 ആണ്. ഇവിടെ എന്ത് ഡിഫറൻസ് കിട്ടുന്നോ അത് ഡിവൈഡഡ് ബൈ 1 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ഇവിടെ സിമ്പിളാണ്. ഇതെല്ലാം ഇവിടെ 2യുടെ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ഇവിടെ യൂണിറ്റ്സ് ഓഫ് ലേബർ വേരിയിങ് ഫിഗേഴ്സ് ആണ്. ഇപ്പോൾ 1ന് പകരം 3 ആണെങ്കിൽ we have to divide it by 2 വെച്ച് ഡിവൈഡ് ചെയ്യണം, 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3ന് പകരം 6 ആണെങ്കിൽ again we have to divide it by 3. അപ്പോൾ അങ്ങനെ ആ ഒരു ചേഞ്ച് നോക്കണം. ഇവിടെ നമുക്ക് എളുപ്പത്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ബിക്കോസ് നമ്മുടെ ഡിഫറൻസ് യൂണിറ്റ്സ് ഓഫ് ലേബർ ഡിഫേഴ്സ് ബൈ 1 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തും ഡിവൈഡഡ് ബൈ 1 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ ചേഞ്ച് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, സോ സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് 20 തന്നെ കിട്ടും. തേർഡ് യൂണിറ്റ് ആകുമ്പോഴേക്കും എന്താണ്? എത്ര ചേഞ്ച് വന്നേക്കുന്നത്? ടോട്ടൽ പ്രോഡക്റ്റ് 20ൽ നിന്ന് 50ലോട്ട് എത്ര ചേഞ്ച് വന്നേക്കുന്നത്? 30 യൂണിറ്റ്സ് ആണ് ചേഞ്ച് വന്നേക്കുന്നത് അല്ലേ? സോ ഇറ്റ് ഈസ് 30. ദെൻ നെക്സ്റ്റ് എന്താണ്? 50ൽ നിന്ന് 90ലോട്ട് എത്ര ചേഞ്ച് വന്നേക്കുന്നത്? എത്ര ആഡ് ഓൺ ആയിരിക്കുന്നത്? 40 യൂണിറ്റ്സ് ആണ് ആഡ് ഓൺ ആയിരിക്കുന്നത്. സോ 40, അതായത് 90 മൈനസ് 50 ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് 120 മൈനസ് 90. അതേപോലെ തന്നെ 140 മൈനസ് 120. ദെൻ അതേപോലെ തന്നെ 150 മൈനസ് 140 10. ദെൻ 150 മൈനസ് 150 0 കിട്ടും. 140 മൈനസ് 10 മൈനസ് 10 കിട്ടും, ബിക്കോസ് 140 മൈനസ് 150 ആണ്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ നമ്പറിലോട്ടാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. സോ നെഗറ്റീവ് സൈൻ കിട്ടും, മൈനസ് 10 കിട്ടും. അപ്പം ഇങ്ങനെ നമുക്ക് TP, AP ആൻഡ് MP ഡിറൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് ടോട്ടൽ പ്രോഡക്റ്റ് മാത്രമാണ് തന്നേക്കണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് TP, AP ആൻഡ് MP ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് നൗ നമുക്ക് സ്റ്റേജസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TP is increasing at an increasing rate. ഓക്കെ, നമുക്ക് അത് ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? up to
എൻ വരെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് പറയണത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് പറയണത് അപ് ടു പോയിന്റ് എൻ വരെയാണ്. അതായത് അപ് ടു പോയിന്റ് എൻ വരെയുള്ള പ്രത്യേകത എന്താണ്? ഇൻ ദിസ് സ്റ്റേജ് എം പി ഈസ് ഇൻക്രീസിങ്. എം പി ഇൻക്രീസിങ് ആണ്. നോക്കി, എം പി ഇൻക്രീസിങ് ആണ്. മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ കർവാണ്. എം പി ഇൻക്രീസിങ് ആണ് അല്ലേ? എം പി ഇൻക്രീസിങ് ആണ്. ദെൻ therefore ടി പി ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിനെ പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺ സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി ആണ്. അതേപോലെ തന്നെ എന്താണ്? ടി പി ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് ആണ്. ടി പി നോക്കിയേ, ടി പി ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. 20യിൽ നിന്ന് 30 ആയി, 30യിൽ നിന്ന് 40 ആയി. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇൻക്രീസിങ് റേറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. അതേപോലെ തന്നെ എം പിയുടെ നേച്ചർ നോക്കുകയാണെങ്കിൽ അത് എ പി കർവിനേക്കാൾ അല്ലെങ്കിൽ എ പിനേക്കാളും കൂടുതലായിട്ടാണ് എം പി ഉള്ളത്. എ പി നോക്കി, എ പി ഈസ് ഓൺലി 20. അപ്പോൾ ഇവിടെ 20 തന്നെയാണ്. 25 ആകുമ്പോഴേക്കും എം പി ഈസ് 30. എ പി ഈസ് ലെസ് ദാൻ എം പി. ദെൻ ഇവിടെ 30 ആകുമ്പോഴേക്കും, എ പി 30 ആകുമ്പോഴേക്കും എം പി ഈസ് ബിക്കമിങ് 40. അപ്പോൾ എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി. ഈ ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രത്യേകത ഇതാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി, ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ഓക്കെ, ആൻഡ് ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? എം പി ഈക്വൽ ടു എ പിയും സംഭവിക്കുകയാണ്. എം പി ഈക്വൽ ടു എ പി, അതായത് അറ്റ് യൂണിറ്റ് 4 എന്താണ്? ടോട്ടൽ പ്രോഡക്റ്റ് 120 ആണ്. ആവറേജ് പ്രോഡക്റ്റ് 30 ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാർജിനൽ പ്രോഡക്റ്റും 30 ആവുന്നുണ്ട്. എം പി ഈക്വൽ ടു എ പി ആകുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? എം പി കർവ് എ പി കർവിനെ ഇൻറ്റർസെക്റ്റ് ചെയ്യുവാണ്. നോക്കിയേ, എം പി കർവ് എ പി കർവിനെ ഇൻറ്റർസെക്റ്റ് ചെയ്യുവാണ്. ആ ഒരു പോയിന്റ് വരെയാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്? ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. ഇൻക്രീസിങ് റിട്ടേൺസ് ഫസ്റ്റ് സ്റ്റേജിന്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിൽ ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. അതേപോലെ തന്നെ എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി, എം പി ഈക്വൽ ടു എ പി. ഈ 3 കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴേക്കും എം പി 0 എത്തുവാണ്. എം പി 0 എത്തും ആൻഡ് ടി പി മാക്സിമം ആവും. ആൻഡ് ടി പി ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിക്രീസിങ് റേറ്റിലാണ് അല്ലെങ്കിൽ ഡിമിനിഷിങ് റേറ്റിലാണ് ടി പി ഇൻക്രീസ് ചെയ്യുന്നത്. ടി പി നോക്കി, ടി പി ഇവിടെ ഇൻക്രീസിങ് തന്നെയാണ്. എഗെയിൻ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 140 വെച്ചിട്ടാണ്. 50 യൂണിറ്റ് തൊട്ടാണ് സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 140 ആണ്, നെക്സ്റ്റ് 150 ആണ്. ഓക്കെ, അപ്പോൾ ടി പി ഇൻക്രീസിങ് ആണ്. പക്ഷേ അവിടെ ആ ഒരു റേറ്റ് നോക്കിയേ, ഏത് തോതിലാണ് ഇൻക്രീസ് ചെയ്യണേ നോക്കിയേ. ആദ്യം 20 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ദെൻ എന്താണ്? ആ 20 എന്നുള്ളത് ആഫ്റ്റർ 30 20 ആയിട്ട് കുറഞ്ഞു, ദെൻ 10 ആയിട്ട് കുറഞ്ഞു, ദെൻ 0 ആയിട്ട് വന്നു. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ടി പിയുടെ നേച്ചർ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. 120യിൽ നിന്ന് 140 ആയി, 150 ആയി, 150 ആയപ്പോൾ അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ആ റേഷ്യോ കുറവാണ്. അതാണ് ഡിമിനിഷിങ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് ഡിമിനിഷിങ് റേറ്റ് ആൻഡ് ഇവിടെ രണ്ടും ഫോളോ ആണ്. എ പി ഈസ് ഓൾസോ ഫോളോയിങ്, എം പി ഈസ് ഓൾസോ ഫോളോയിങ്. നെഗറ്റീവ് ആയിട്ടില്ല, രണ്ടും ഫോളോ ചെയ്യുവാണ്. ആൻഡ് ഫോളോ ചെയ്ത് എം പി ഈസ് റീച്ചിങ് ടു 0. ആ 0 എത്തുന്നത് വരെയാണ് സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, 0 എത്തുന്നത് വരെ സെക്കൻഡ് സ്റ്റേജ് ആണ്. ഓക്കെ, നൗ ദ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എം പി ബിക്കംസ് നെഗറ്റീവ്. അതായത് ലാസ്റ്റ് യൂണിറ്റ് നോക്കുക, 140 ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ ടൈമിൽ മാർജിനൽ പ്രോഡക്റ്റ് എന്താണ്? -10 ആണ്. അപ്പോഴും എന്താണ്? എ പി ഈസ് കണ്ടിന്യൂസ് ടു ബി ഫോളോയിങ്. എ പി കണ്ടിന്യൂസ് ടു ബി ഫോളോയിങ് ബട്ട് എം പി ബിക്കംസ് നെഗറ്റീവ്. ആൻഡ് ടി പി എന്താണ്? ടി പി ആ ഒരു പോയിന്റ് തൊട്ട് ഡിക്ലൈൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് 3 സ്റ്റേജസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺ ആണ്. ഇൻക്രീസിങ് റിട്ടേൺ ഞാൻ പറഞ്ഞില്ല, ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ എം പി എല്ലാം ഇൻക്രീസ് ചെയ്യണം. 3 കേവ് നോക്കുകയാണെങ്കിൽ 3 കേവ് ഇൻക്രീസ് ചെയ്യണം. ടി പി ഈസ് ഇൻക്രീസിങ്, എം പി ഈസ് ഇൻക്രീസിങ്, എ പി ഈസ് ഇൻക്രീസിങ്. 3ഉം ഇൻക്രീസിങ് ആണ്. ടി പി ഇൻക്രീസ് ചെയ്യണത് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് ആണ്. ആൻഡ് എം പി ഈസ് ഗ്രേറ്റർ ദാൻ
AP ആണ്. ഇതാണ് ഇൻക്രീസിങ് സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴേക്കും എന്താണ്, ഡിമിനിഷിങ് റിട്ടേൺസ് ആണ്. അതായത് ടി പി ഈസ് ഇൻക്രീസിങ് ബട്ട് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ് അല്ലെങ്കിൽ ഡിക്രീസിങ് റേറ്റിലാണ് ടി പി ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുന്നത്. എം പി ഫോൾ ചെയ്യുന്നുണ്ട് ബട്ട് ഇറ്റ് റിമെയിൻസ് പോസിറ്റീവ്. അത് നെഗറ്റീവ് ആയിട്ടില്ല. എം പി ഈസ് ഫോളോയിങ്, എ പി ഈസ് ഓൾസോ ഫോളോയിങ്. എം പിയും എ പിയും ഫോൾ ചെയ്യാൻ തുടങ്ങി, ടി പി ഫോൾ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ബട്ട് ഡിമിനിഷിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അത് ആ ഒരു സെക്കൻഡ് സ്റ്റേജിൽ തന്നെ എന്താ സംഭവിക്കുന്നത്, എം പി ബിക്കംസ് 0 ആണ്. ഫോൾ ചെയ്ത് അത് 0-ലോട്ട് എത്തുകയാണ്. ആൻഡ് ഈ 0-ൽ എത്തുമ്പോഴേക്കും എന്താണ്, ഈ ഒരു 0-ൽ എത്തുന്ന പോയിന്റിൽ ടി പി ബിക്കംസ് മാക്സിമം. ഓക്കെ, ആൻഡ് തേർഡ് സ്റ്റേജിൽ എന്താണ്, എം പി ടേൺസ് നെഗറ്റീവ്. when MP is 0 and TP is maximum, എന്താണ്, എം പി ബിക്കംസ് നെഗറ്റീവ് ആൻഡ് അതോടൊപ്പം തന്നെ ടി പി ഡിക്ലൈൻസ്. ഓക്കെ, ടി പി ഡിക്ലൈൻ ചെയ്യുവാണ്. രണ്ട് കർവ് എം പിയും എ പിയും ഫോളോ ചെയ്യുവാണ്. എ പി നെഗറ്റീവ് ആയിട്ടില്ല ബട്ട് റിമെയിൻസ് പോസിറ്റീവ് ആണ്, ഫോളോ ചെയ്യുവാണ് ബട്ട് പോസിറ്റീവ് ആയിട്ട് തന്നെ നിൽക്കുന്നത്, നെഗറ്റീവ് ആയിട്ടില്ല. ആൻഡ് എം പിയുടെ നേച്ചറിൽ എം പി നെഗറ്റീവ് ആവുകയാണ്. ആൻഡ് അലോങ് വിത്ത് ദിസ് എന്ത് സംഭവിക്കുന്നു, ടി പി ഈസ് ഓൾസോ ഫോളോയിങ്. അപ്പോൾ എം പി നെഗറ്റീവ് ആവുന്നത് കൊണ്ട് ഇവിടെ എന്താണ്, നെഗറ്റീവ് റിട്ടേൺസ് ആണ്. ഓക്കെ, ഇതാണ് 3 സ്റ്റേജസ് ഓഫ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഓക്കെ, നമ്മളിവിടെ ഒരു ഫാക്ടർ മാത്രം വേരിയിങ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനീഷ്യലി നമ്മൾ എന്താ കണ്ടത്, ഈ എം പി ആൻഡ് ടി പിയുടെ റിലേഷൻഷിപ്പ് കണ്ടു. ദെൻ ടി പി ആൻഡ് എം പി ആൻഡ് എ പിയുടെ റിലേഷൻഷിപ്പ് കണ്ടു. എം പി ആൻഡ് ടി പിയുടെ റിലേഷൻഷിപ്പ് കണ്ടു. നൗ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡയഗ്രമാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇതിലും എക്സ് ആക്സിസിൽ വേരിയബിൾ ഫാക്ടറും വൈ ആക്സിസിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടി പി എ പി എം പി കർവാണ് വൈ ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എം പി ആൻഡ് എ പിയുടെ ഇൻ്റർസെക്ഷൻ വരെയാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എം പി 0 ആകുന്നത് വരെയാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എം പി ഈസ് നെഗറ്റീവ് ആവുന്നതാണ് തേർഡ് സ്റ്റേജ്. അപ്പോൾ എം പിയുടെ ബേസ് വെച്ച് മാത്രമായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ എ പി എം പി ഈക്വൽ ആവുകയാണ്. എ പി എം പി ഈക്വൽ ആവുന്നതിന് മുമ്പ് വരെ എന്താണ്, എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ 3 കർവും റൈസിങ് ആണ്, ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്, എം പി ഈസ് ഫോളിങ്, എ പി ഈസ് ഫോളിങ് ബട്ട് ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. അതുകൊണ്ടാണ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ആദ്യത്തിൽ എന്താണ്, ഇൻക്രീസിങ് റിട്ടേൺസ് ആണ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണത് അപ് ടു പോയിന്റ് വർ എം പി ഈസ് 0, അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് ടി പി മാക്സിമം ആവുന്ന പോയിന്റ് വരെയും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. After this point, third stage starts where MP becomes negative. MP negative ആകുമ്പോഴേക്കും obviously TP will also decline. MP continues to fall. Okay, ഇതാണ് 3 stages of law of variable proportion. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. SC ആയിട്ടും വരാം, ഷോർട്ട് SC ആയിട്ടും വരാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ലോ ഓഫ് വേരിയബിൾ എന്ന് പറയാം, ചിലപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളൊന്നും കൂടി കണ്ടു നോക്കുക ആൻഡ് ഈ ഗ്രാഫ് വരച്ച് തന്നെ നോക്കുക. നിങ്ങൾക്ക് കാണുമ്പോഴേക്കും വരയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം, പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോഴാണ് ഏത് കർവ് എപ്പോൾ ഫോളോ ചെയ്യുന്നു, എങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഡൗട്ട്സ് ഒക്കെ അറൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ വരച്ച് തന്നെ നോക്കുക. സോ താങ്ക് യു.